ഹലോ വെൽക്കം ബാഗീസ്. ഏത് മൂഡ്? പൊളി മൂഡ്. ഇന്ത്യൻ ബാറ്റിംഗ് സൈഡും ബോളിംഗ് സൈഡും ഒരുപോലെ ആക്രമിച്ച് കളിച്ച് ജയിച്ച ഒരു മത്സരമാണ് ആദ്യത്തെ T20 മത്സരം ഇംഗ്ലണ്ടിനെതിരെ. എന്താണ് സംഭവിച്ചതെന്ന് ഇംഗ്ലണ്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മത്സരം മൊത്തത്തിൽ തീർത്തു കൊടുത്തിട്ടുണ്ട് ടീം ഇന്ത്യ. ഒരു ടീം വർക്ക് തന്നെ നമുക്ക് ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കാം. ബോളിംഗ് സൈഡിലാണെങ്കിലും ഫീൽഡിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ ടീം കളിച്ചിട്ടുള്ളത്. അതിലെടുത്ത് പറയേണ്ടതാണ് ടോസ് കിട്ടി അവിടെ ബോളിംഗ് തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ ഇന്നത്തെ 11ന്റെ ഒരു ചൂസിങ്ങും കറക്റ്റ് തന്നെയാണെന്ന് തെളിയിക്കുന്നുണ്ട്. ആദ്യത്തെ ഓവർ അർഷ്ദീപ് എറിഞ്ഞ സമയത്ത് കമന്ററിയിൽ പറയുന്നുണ്ട് ഇത്രമാത്രം സ്പിന്നേഴ്സ് ഓറിയന്റഡ് ആയിട്ടൊരു 11ലേക്ക് പോകണമായിരുന്നു. ഈ ഒരു പിച്ചിൽ വേണമെങ്കിൽ ഷമിയും കൂടി യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പക്ഷേ എന്തായാലും സൂര്യയുടെ തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ബോളിംഗ് സൈഡിലെ ടീം ഇന്ത്യയുടെ പ്രകടനം. ആദ്യ ഓവറിൽ തന്നെ അർഷ്ദീപ് പിടിച്ചു കുലുക്കി ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ. ഫിൽസാൾട്ടിനെ 0 റൺസിന് പുറത്താക്കിയായിരുന്നു അവിടെ അർഷ്ദീപിന്റെ തുടക്കം. മികച്ച 3 ബോളുകളായിരുന്നു നമുക്ക് അവിടെ അർഷ്ദീപിനെ കാണാൻ സാധിച്ചത്. എന്തായാലും മികച്ച എക്കോണമിയിൽ തന്നെയാണ് നമ്മുടെ താരങ്ങൾ ബോൾ എറിഞ്ഞത്. ഹാർദിക് പാണ്ഡ്യ ഒഴികെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് എന്തായാലും അടി കിട്ടി. പക്ഷേ ലാസ്റ്റ് ഓവറിൽ താരം പിടിച്ച് തന്നെയാണ് എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നോടിയായിട്ടുണ്ടായിരുന്ന ഓവറുകളിൽ നല്ല രീതിയിൽ അടി കിട്ടി. എന്തായാലും അവിടെ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ട് രക്ഷിച്ചത് ജോസ് ബട്ട്ലറിന്റെ ആ ഒരു ഇന്നിംഗ്സ് ആണെന്ന് പറയാം. 44 ബോളിൽ 68 റൺസ് വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 154 ആൻഡ് 2 സിക്സസ് ആൻഡ് 8 ഫോഴ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത്. പിന്നെ അവസാന പാർട്ണർഷിപ്പിൽ ആദിൽ റഷീദും ജോഫ്ര ആർച്ചറും കൂടി വലിയ കുഴപ്പമില്ലാത്തൊരു ടോട്ടലിലേക്ക് എത്തിക്കാൻ നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ അവരെ കൊണ്ട് സഹായിച്ചു. 10-21 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് അവരെ കൊണ്ട് ബിൽഡ് ചെയ്യാൻ സഹായിച്ചു. അത് അവരെ വളരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗ് നിര ഇംഗ്ലണ്ട് ബോളേഴ്സിന് വേണ്ടി കാത്തുവച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. അടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പമ്പരവടി. സഞ്ജു സാംസൺ 20 ബോളിൽ 26 റൺസ് വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 130. ശരിക്കും പറഞ്ഞാൽ അറ്റ്കിൻസിനെ കൊന്നുവിട്ടു. എന്താണ് സംഭവിച്ചതെന്ന് അറ്റ്കിൻസിന് മനസ്സിലായില്ല. രണ്ടാം ഓവർ എറിയാൻ വന്നപ്പോൾ ആദ്യത്തെ ബോൾ 6 അടിച്ചാണ് അഭിഷേക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 4 4ഉം അതോടൊപ്പം തന്നെ ഒരു 6 അടങ്ങിയതായിരുന്നു സഞ്ജു സാംസന്റെ ഇന്നിംഗ്സ്. 26 റൺസായിരുന്നു സഞ്ജു സാംസൺ സ്വന്തമാക്കിയിരുന്നത്. അഭിഷേക് ശർമ്മയാണ് ശരിക്കും ഈ ഒരു സൈഡിൽ ബാറ്റിംഗിലെ ഹീറോ എന്ന് പറഞ്ഞാൽ 34 ബോളിൽ 79 വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 232, 8 സിക്സുകളും 5 ഫോറുകളും പപ്പടം മടി എല്ലാത്തിട്ടും പിടിച്ച് കൊട്ടിയിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് വന്നു, ഡെക്കിൽ പോയി. അതോടൊപ്പം തന്നെ തിലകവർമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. 16 ബോൾ 19 റൺസ് എടുത്ത് തിലകവർമ്മ. അതോടൊപ്പം തന്നെ നോട്ട് ഔട്ടായിട്ട് ഹാർദിക് പാണ്ഡ്യയും ക്രീസിലുണ്ടായിരുന്നു. ബോളിംഗ് സൈഡിലെ പ്രകടനത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തിയുടെ പ്രകടനം എടുത്ത് പറയേണ്ടതാണ്. 10-15 ഓവറിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് കളി ശരിക്കും മുറുക്കി പിടിക്കാനായി. ഇംഗ്ലണ്ടിനെ വരിഞ്ഞ് മുറുക്കുകയായിരുന്നു ഇന്ത്യൻ ടീം അവിടെ. അർഷ്ദീപ് 4 ഓവറിൽ നിന്ന് 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 42 റൺസാണ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. വരുൺ ചക്രവർത്തി 4 ഓവറിൽ 23 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വിത്ത് എക്കോണമി ഓഫ് 5.75. ഏറ്റവും നല്ല എക്കോണമി ആയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സർ പട്ടേലിൻ്റെയും അതോടൊപ്പം ഡെവിഷനോടെയും എക്കോണമി അത് നല്ലതാണ്. അക്സർ പട്ടേലിൻ്റെ ഇന്നിംഗ്സ് എടുത്ത് പറയണം. ആദ്യത്തെ ഓവറിൽ 15 റൺസ് കൊടുത്ത താരമാണ്. പിന്നീടുള്ള 3 ഓവറുകൾ കൊടുത്തത് വെറും 7 റൺസ് മാത്രമാണ്. ആ എക്കോണമി തിരിച്ചു പിടിക്കാൻ അക്സർ പട്ടേലിനെ കൊണ്ട് സാധിച്ചു. പിന്നെ ബാറ്റിംഗ് സൈഡിലെ പ്രകടനം നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ കിട്ടിയ കോൺഫിഡൻസ് അടുത്ത മത്സരങ്ങളിലും തുടരാൻ സാധിക്കട്ടെ. എന്തായാലും ഈ ഒരു ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അറ്റാക്ക് ചെയ്ത് കളിക്കാവുന്ന ഒരു മെന്റാലിറ്റിയോട് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ടീം കളിക്കാൻ തുടങ്ങിയത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. തിലക് വർമ്മ വന്നതും തിലക് വർമ്മ അറ്റാക്ക് ചെയ്യാനാണ് നോക്കിയത്. സൂര്യകുമാർ യാദവ് വന്നതും സൂര്യകുമാർ യാദവ് അറ്റാക്ക് ചെയ്യാനാണ് നോക്കിയത്. പക്ഷേ ആ വുഡിൻ്റെ ബോളിങ് ഇടയ്ക്കൊന്ന് തീപ്പൊരിയായി മാറി. ആ പേസ് ശരിക്കും ജഡ്ജ് ചെയ്യാൻ സഞ്ജു നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സഞ്ജുവിനെതിരെ വെച്ച ലൈനിൽ ലെങ്ത് അടിപൊളിയായിരുന്നു. സൂര്യകുമാർ യാദവിനെതിരെ വെച്ച ബോളും തീപ്പൊരി ബോളായിരുന്നു. സഞ്ജു ഔട്ടായ ബോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം പേസ് ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ആർച്ചറോടെ ബോൾ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. സഞ്ജു പക്ഷേ അതിൽ വീണുപോയി. എന്തായാലും അടുത്ത മത്സരത്തിലും ഈ ടീമിൽ വലിയ ചേഞ്ചുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത. ചിലപ്പോൾ ഷമി ഇന്നാവാനുള്ള സാധ്യതയുണ്ട് അക്കോർഡിംഗ് ടു ദ പിച്ച് കണ്ടീഷൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. പിന്നെ സഞ്ജുവിന്റെ വിക്കറ്റ് ലോസിനെ കുറിച്ച് കുറേ പേര് പറയുന്നുണ്ടായിരിക്കും. ഇനി ഇത്രയും റൺസ് അടിച്ചോളുന്ന നല്ലൊരു സ്റ്റാർട്ടിംഗ് തന്നെയാണ്. T20 ചെയ്തൊരു നല്ല സ്റ്റാർട്ടിംഗ് ആണെന്ന് ആൾക്കാർ മനസ്സിലാക്കുക. ആ ഒരു റൺ റേറ്റ് കീപ്പ് ചെയ്യാൻ സഞ്ജു നിന്നപ്പോൾ സാധിച്ചിട്ടുണ്ട്. അതിന് ബാക്കിയായിട്ട് വന്നതുകൊണ്ട് തന്നെ ടീമിന് പ്രത്യേകിച്ച് വേറൊന്നും കൂടുതൽ ചെയ്യേണ്ടി വന്നിരുന്നത്. ആ റൺ റേറ്റ് കീപ്പ് ചെയ്ത് തന്നെയാണ് ഇന്നിംഗ്സ് ഫ്രണ്ടിലേക്ക് പോയത്. എന്തായാലും 12.5 ഓവറിൽ ടീം ഇന്ത്യ ഈ ഒരു മാച്ച് വിജയിക്കുകയും ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തി. ബൈ ബൈ ഗൈസ്. നല്ലൊരു T20 ടീമിന് തന്നെയാണ് ഈ ടീം ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി വേറെ വെറുതെ പുറത്തുനിന്ന് പ്ലേയേഴ്സിനെ വലിച്ചില്ലാത്തിട്ട് നശിപ്പിക്കാതിരുന്നാൽ മതി.